ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഒരു സ്റ്റുഡന്റ് കമന്റിൽ. അപ്പോൾ അതിന്റെ ഒരു രീതി, അതായത് എങ്ങനെ എഴുതണം, അതായത് ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതുന്നുള്ള രീതിയാണ് ഇപ്പം ഇന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എനുമറേറ്റ് ദ പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്പ്ലെയിൻ ദ അനാട്ടമി ഓഫ് ദ ലങ്സ്. അപ്പോൾ ലങ്സിന്റെ അനാട്ടമി പറയുക, അതിന്റെ കൂടെ തന്നെ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന പാർട്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗൻസ് ആണ് വരുന്നത്, ഈ കാര്യം കൂടെ. ഇതാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് നമ്മുടെ അനാട്ടമിയുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ ഈ നോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ സൺഡേ രാത്രി ഇരുന്ന് എഴുതി ഉണ്ടാക്കിയതാണ്. അതായത് ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് എങ്ങനെ എഴുതും ഒരു ഐഡിയ ഇല്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച രാത്രി ഇരുന്ന് കംപ്ലീറ്റ് ഒരു എസ്സേയുടെ ഫുൾ ആൻസറും പിക്ചേഴ്സും എല്ലാം കൂടെ റെഡി ആക്കിയിട്ട് ജസ്റ്റ് ഒരു നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്താണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക. അതായത് ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം, അത് മറക്കരുത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഹെഡിങ് നമ്മുടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നെക്സ്റ്റ് എഴുതേണ്ടതാണ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം, ഹെഡിങ് എഴുതിയിട്ട് പിന്നെ ഇൻട്രൊഡക്ഷൻ മസ്റ്റ് ആണ് നമ്മൾ ഏത് എസ് എഴുതുന്നു, കാരണം എല്ലാത്തിനും മാർക്ക് വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷനിൽ ഈ റെസ്പിറേഷൻ എന്താണ്, റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ് ജസ്റ്റ് ഒന്ന് പറയാം. റെസ്പിറേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഓക്സിജൻ ഇസ് ടേക്കൻ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഗിവൺ ഔട്ട്. അപ്പൊ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രോസസ് ആണ്. ഇതിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓക്സിജൻ അകത്തോട്ടും അതുപോലെ തന്നെ നമ്മുടെ അകത്ത് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ടും കളയുന്നു. ഇതാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. പിന്നെ നെക്സ്റ്റ്, ദ റെസ്പിറേഷൻ പ്രോസസ്സസ് ഇൻക്ലൂഡിങ് വേരിയസ് ബോഡി ഓർഗൻസ്. ഇതിൽ പല ബോഡി ഓർഗൻസും അല്ലെങ്കിൽ ബോഡി പാർട്സും ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് നമ്മുടെ നോസ്, ഫാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കിയൽ, ലങ്സ്. ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സാധനത്തിനെ പറ്റിയിട്ട് എന്തൊക്കെ അറിയോ അതിനെ പറ്റി 2-3 വരി എഴുതാം. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഹെഡിങ് എഴുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പിന്നെ എഴുതേണ്ടത് ഡെഫിനിഷനാണ്. അപ്പോൾ ഈ ഡെഫിനിഷനിൽ ഹെഡിങ് കൊടുത്തിട്ട് ഡെഫിനിഷൻ എഴുതാം. എന്നിട്ട് എഴുതാം, ഇറ്റ് ഈസ് എ വൈറ്റൽ സിസ്റ്റം ദാറ്റ് ബ്രിങ്സ് ഓക്സിജൻ ഇൻ ടു ദ ബോഡി ആൻഡ് റിമൂവ്സ് ദ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു വൈറ്റ് ഫംഗ്ഷൻ, അതായത് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇതിൽ എന്ത് സംഭവിക്കുന്നു, ഓക്സിജൻ അകത്തോട്ടും ബോഡിയുടെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് കളയുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റെസ്പിറേഷൻ. is a complex process that involves multiple organs and structures. ഇതൊരു കോംപ്ലക്സ് പ്രോസസ് ആണ്, കാരണം ഇതിൽ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ പാർട്സ് ഇൻവോൾവ് ആവുന്ന ഒരു എന്താണ് പറയുന്നത്, ഇത് മൾട്ടിപ്പിൾ ഓർഗൻ സ്ട്രക്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു കോംപ്ലക്സ് പ്രോസസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹെഡിങ് ആണ് പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. അതിൽ വരുന്നതാണ് ഏതൊക്കെ, നമ്മുടെ നോസ്, നാസോഫാരിങ്സ്, ലാരിങ്സ്, പിന്നെ അതിന്റെ കൂടെ തന്നെ ഇവിടെ ട്രക്കിയം കൊടുക്കും. പിന്നെ വരുന്ന ഓർഗൻസ് ആണ് നമ്മുടെ ബ്രോങ്കി വരുന്നുണ്ട്, ലങ്സ് വരുന്നുണ്ട്, ബ്രോങ്കിയോൾസ്, ആൽവിയോളി ഓഫ് ദി ലങ്സ്. ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആശ്രയയുടെ അനാട്ടമി ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ട്, പിന്നെ കാണുന്നുണ്ടോ, നോസ്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കി, ബ്രോങ്കിയോൾസ്, ആൽവിയോളി ഓഫ് ദി ലങ്സ്. ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന പാർട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ ഓരോ ഓർഗൻസ്, അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓർഗൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൽ വരുന്നതാണ് ഫസ്റ്റ് നോസാണ് നമ്മുടെ ആദ്യത്തെ പാർട്ട്. അതായത് ഇപ്പൊ നമ്മുടെ ബോഡിയിൽ റെസ്പിറേഷൻ ചെയ്യുമ്പോൾ ആദ്യം ഓക്സിജൻ വരുന്നത് നമ്മുടെ മൂക്ക് വഴിയായിരിക്കും. ഇപ്പൊ നമ്മൾ നോസാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അനാട്ടമിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പിക്ചേഴ്സിനാണ്. അപ്പൊ നോസ് വരച്ചിട്ട് ഇപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ ഡെഫിനേഷൻ എഴുതിയെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പിക്ചർ വരക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് നോസ് എവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു അടയാളത്തിനാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഏകദേശം പിക്ചർ ആണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം വരച്ചിട്ടുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് വരച്ചു പഠിക്കണം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു പടം വരച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോൾ പടം വരയ്ക്കുമ്പോഴും അതിലൊരു 5-6 ഓർഗൻസ് എങ്കിലും മാക്സിമം അടയാളപ്പെടുത്താൻ ശ്രമിക്കുക റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പൊ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം ആയതുകൊണ്ട് ഇവിടെ നോസ്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കി, ലങ്സ്, ബ്രോങ്കിയോൾസ്, ഇത്രയും ഓർഗൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഇപ്പൊ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നോസ് വഴി അല്ലെങ്കിൽ എയർ കയറിയിട്ട് എന്ത് ചെയ്യും, ഫാരിങ്സ് വഴി, ലാരിങ്സ് വഴി എവിടെ പോകുന്നു, ട്രക്കിയ പോകുന്നു, പിന്നെ അവിടുന്ന് ബ്രോങ്കി, പിന്നെ ലങ്സ്, പിന്നെ ബ്രോങ്കിയോൾസ്. അതാണ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പിക്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസിനും, പ്രത്യേകിച്ച് അനാട്ടമിയുടെ കാര്യത്തിൽ. നെക്സ്റ്റ് നമ്മൾ ആ പടം വരച്ചതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഈ നോസിനെ പറ്റിയിട്ട് ജസ്റ്റ് 2-3 വരി എഴുതാം. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഓർഗൻ ഓഫ് സ്മെൽസ് ദാറ്റ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ ബിഗിനിങ് ആണ് ഒരു റെസ്പിറേറ്ററി സിസ്റ്റം. ഈ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നോസ് വെച്ചിട്ടാണ്. അതായത് മൂക്കിൽ കൂടെയാണ് ആദ്യം നമ്മുടെ എയർ കയറുന്നത്.
നെക്സ്റ്റ് ദ നോസ് ഹാസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. പിന്നെ പറയുന്നത് നോസിൽ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ നോസ് ആൻഡ് നാസൽ കാവിറ്റി, അങ്ങനെ 2 ടൈപ്സ് ആയിട്ട്. അപ്പോൾ ഈ എക്സ്റ്റേണൽ നോസും നാസൽ കാവിറ്റിയും സെപ്പറേറ്റ് പറയുന്നുണ്ട്. എക്സ്റ്റേണൽ നോസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ മൂക്കിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അതാണ് ഈ എക്സ്റ്റേണൽ നോസ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു പിരമിഡൽ ഷേപ്പ്ഡ് ആണ്. ഇതിന് എന്തുണ്ട്, 2 ഓപ്പണിങ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഈ മൂക്കിന്റെ തൊള എന്ന് പറയുന്നത് ഇതിന് നമ്മൾ നോസ്ട്രിൽസ് എന്നാണ് പറയുന്നത്. പിന്നെ എക്സ്പാൻഡഡ് പാർട്ടിൽ, അതായത് ഈ നോസ്ട്രിൽസ് വന്ന് മുകളിൽ ഈ നമ്മുടെ മൂക്കിന്റെ പാലെന്നൊക്കെ പറയുന്ന പോർഷനില്ലേ വിടർന്ന് നിൽക്കുന്ന, അതിനെ പറയുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. അപ്പൊ ഇത് നമ്മള് മൂക്കിനെ പറ്റി ജസ്റ്റ് ആ പിക്ചർ വരച്ചിട്ട് ജസ്റ്റ് 2-3 വരികൾ എഴുതാം. നെക്സ്റ്റ് വരുന്നത് ലാറ്ററലി നോസ് റിലേറ്റഡ് വിത്ത് ദ ലിപ്സ് ആൻഡ് ഫോംസ് നാസോലാബിയൽ ഫോൾഡ്. അതായത് ഇപ്പൊ നമ്മുടെ മൂക്ക് എന്ന് പറയുമ്പോൾ അത് ലാറ്ററലി, അതായത് ഇങ്ങനെ ഇങ്ങനത്തെ ഈ ലാറ്ററൽ പോർഷൻ നോക്കുകയാണെങ്കിൽ അതിന്റെ സൈഡ്സിൽ എന്തുണ്ട്, നമ്മുടെ അത് ലിപ്പുമായിട്ട് ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അത് താഴെ തന്നെ ഈ ലേബിയൽ ഫോൾഡ് വരുന്നുണ്ട്. അതായത് ഈ മൂക്കിന്റെ 2 നോസ്ട്രിൽസിന് ഇടക്ക് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു ഫോൾഡ് വരുന്നുണ്ട്. ഇതാണ് ലേബിയൽ ഫോൾഡ് എന്ന് പറയുന്നത്, നാസോലേബിയൽ ഫോൾഡ്. പിന്നെ ഇന്നർ പാർട്ട് ഓഫ് ദ നോസ് കണ്ടെയ്ൻസ് ദ ഹെയർസ് മ്യൂക്കോസൽ ലൈനിങ്സ്. പിന്നെ പറയുന്നത് ഇന്നർ പാർട്ട് ഓഫ് ദ നോസിൽ എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഹെയർസ് പിന്നെ മ്യൂക്കോസൽ ലൈനിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഹെയർസിന്റെ മ്യൂക്കോസൽ ലൈനിങ്സിന്റെ ഒക്കെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്കിലോട്ട് വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസത്തിനെ അകത്തോട്ട് കയറാണ്ട് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് വരുന്നത്. നെക്സ്റ്റ് നാസൽ ക്യാവിറ്റി. ഇത് നമ്മൾ വരച്ചെന്നെ പഠിക്കണം, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതായത് ഈ പോർഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ നമ്മൾ വരച്ച് വെച്ചിരിക്കണം. പിന്നെ അതായത് ഇത് വഴിയാണ് നമ്മുടെ എയർ കയറുന്നത്. എയർ കയറിയിട്ട് ഇതാണ് നാസൽ ക്യാവിറ്റി. ഈ പോർഷൻ വഴി അത് ഫാരിക്സിന്റെ ഒരു പാർട്ടായിട്ടുള്ള നാസോ ഫാരിക്സിലേക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് ട്രക്കിയ വഴി താഴോട്ട് പോകുന്നത്. അപ്പൊ ഈ പിക്ചറൊക്കെ വരച്ചിരിക്കണം, ഇത് വരച്ചെന്നെ പഠിക്കണം, കാരണം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നാസൽ കാവിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഷേപ്പ്. ഇതും എന്താണ്, ഒരു പിരമിഡൽ ഷേപ്പിലാണ് വരുന്നത്. അതായത് ഇപ്പോൾ പുറത്ത് മൂക്ക് എങ്ങനെ കാണുമ്പോൾ ഈ പിക്ചറിൽ കണ്ടില്ലേ എങ്ങനെയാണ്, അപ്പൊ അതുപോലെ ഇതും പിരമിഡൽ ഷേപ്പിലാണ് വരുന്നത്. സ്പേസ് ബിറ്റ്വീൻ ദ ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ നാസൽ അപ്പെക്സസ്, അതായത് ഇപ്പൊ നമ്മുടെ മൂക്കിന്റെ ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ബാക്ക്, അതായത് ഇപ്പൊ നമ്മുടെ ഈ കണ്ണിനോട് ജോയിൻ ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിന്റെ അകത്തോട്ട് എയർ കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ മൂക്കിന്റെ തൊള്ള വഴി അകത്തോട്ട് എയർ കയറുന്ന സമയത്ത് അവിടെ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഫ്രീ ക്യാവിറ്റി വരുന്നുണ്ട്. അതിനെയാണ് നാസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഹാസ് 3 വാൾസ്. ഇതിന് മെയിൻ ആയിട്ട് 3 വാൾസ് ഉണ്ട്, 2 ലാറ്ററൽ വാൾസും 1 നാസൽ സെപ്റ്റം. അപ്പൊ മെയിൻ ആയിട്ട് വരുന്നത് 2 സൈഡിലും നാസൽ വാൾസ് വരുന്നുണ്ട്, പിന്നെ ഒരു നാസൽ സെപ്റ്റം. നാസൽ സെപ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നോസ്ട്രൽസിന്റെ 2 സൈഡിലായിട്ട് വരുന്നത്. ലാറ്ററൽ വാൾസ് ഹാവ് 3 ഷെയർസ് ലൈക്ക് പ്രൊജക്ഷൻ കോൾഡ് കോൺകേ. അപ്പൊ ഈ നാസൽ വാൾസിൽ എന്തുണ്ട്, 3 പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതിനാണ് കോൺകേ എന്ന് പറയുന്നത്. സ്പേസ് ബിറ്റ്വീൻ ദ കോൺകേ ഈസ് കോൾഡ് മിയാറ്റസ്. അതായത് ഈ കോൺകേക്ക് ഇടക്കുള്ള സ്പേസ് നമ്മൾ എന്താണ്, മിയാറ്റസ് എന്നാണ് വിളിക്കുന്നത്. ദർ ആർ 3 കോൺകേ പ്രസന്റ്. അവിടെ മെയിൻ ആയിട്ട് 3 കോൺകേ വരുന്നുണ്ട്. സുപ്പീരിയർ നാസൽ കോൺകേ, അതായത് മുകളിൽ വരുന്ന നാസൽ കോൺകേ, മിഡിലിൽ വരുന്ന നാസൽ കോൺകേ ആൻഡ് ഇൻഫീരിയർ താഴെ വരുന്ന നാസൽ കോൺകേ. ഇത് മൂന്നാണ് ആ പോർഷൻ എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൽ കാണുന്നുണ്ടോ, സുപ്പീരിയർ കോൺകേ മുകളിലെ പോർഷന്, മിഡിലെ കോൺകേ മിഡിൽ കോൺകേ ആൻഡ് ഇൻഫീരിയർ കോൺകേ താഴത്തെ. ഇതാണ് നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എഴുതാൻ സുഖം. ആ എഴുതിയ വരച്ച പിക്ചർ നോക്കിയിട്ട് നമുക്ക് എഴുതാം. ഫസ്റ്റ് നോസ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സ്ട്രക്ചറാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫാരിങ്സ് എന്ന് പറയുമ്പോൾ ഈസ് എ മസ്കുലോ ട്യൂബുലർ സ്ട്രക്ചർ, അതായത് മസിൽ കൊണ്ടും പിന്നെ അതൊരു ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഈ ഫാരിങ്സ് എന്ന് പറയുന്നത്. സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ നാസൽ കാവിറ്റി, അതായത് നമ്മുടെ മൂക്കിന്റെ അകത്തുള്ള പോർഷന്റെ ബാക്കിലായിട്ട്, അതായത് നാസൽ കാവിറ്റിയുടെ പുറകിലായിട്ടാണ് ഇത് കാണുന്നത്. ഓറൽ കാവിറ്റി ആൻഡ് ലാരിങ്സ്, ലാരിങ്സിന്റെ നാസൽ കാവിറ്റിയുടെയും ഓറൽ കാവിറ്റിയുടെയും ബാക്കിലായിട്ടാണ് ഈ ഫാരിങ്സ് വരുന്നത്. ഇറ്റ് ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്. ഇതിനെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാസോഫാരിങ്സ്, ഓറോഫാരിങ്സ്, ലാരിംഗോഫാരിങ്സ്. അതായത് ഈ 3 ഫാരിങ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഏത് പോർഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ, അതായത് ഇപ്പൊ വായയുടെ ബാക്ക് സൈഡിലാണെങ്കിൽ ഓറോഫാരിങ്സ് എന്ന് പറയുന്നുണ്ട്, മൂക്കിന്റെ ബാക്ക് സൈഡിലാണെങ്കിൽ നാസോഫാരിങ്സ്, ലാരിങ്സിന്റെ ബാക്കിലാണെങ്കിൽ ലാരിംഗോഫാരിങ്സ്. അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫാരിങ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഫാരിങ്സ് നമ്മൾ ജസ്റ്റ് ഒരു പിക്ചർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ്. കാരണം നമ്മൾ മാക്സിമം പറ്റുന്നിടത്തോളം പിക്ചേഴ്സ് എത്രത്തോളം വരയ്ക്കാൻ പറ്റുമോ അതുപോലെ വരയ്ക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ ഇത്ര പോർഷൻ എഴുതി, പിന്നെ ഇപ്പൊ ഇത്രയും പോർഷൻ എഴുതി, പിന്നെ ഇത്ര വലിയത് പിക്ചർ ആയിട്ട് വരയ്ക്കുക. അങ്ങനെ മാക്സിമം നമ്മുടെ അനാട്ടമി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ബുക്ക്ലെറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ മാക്സിമം പടം വരച്ചാൽ തന്നെ നമുക്ക് പാസ്സാവാൻ പറ്റും.
അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഇപ്പൊ ഫാരിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ സ്ട്രക്ചർ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇതാണ് നോസ് വഴി എയർ കയറിയിട്ട് ഫാരിങ്സിൽ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു റൗണ്ട് പോർഷനിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഇനി 3 ഫാരിങ്സ് കാണിച്ചുതരാം. മൂക്കിന്റെ ബാക്കിൽ വരുന്നത് നാസോ ഫാരിങ്സ്, വായയുടെ സൈഡിൽ വരുന്നത് അതായത് മൗത്ത് റിലേറ്റഡ് വരുന്നത് ഓറോ ഫാരിങ്സ്, പിന്നെ നമ്മുടെ ലാരിങ്സ് ആണ് ഇത്. ഈ ലാരിങ്സ് റിലേറ്റഡ് വരുന്നത് ലാരിഞ്ചോ ഫാരിങ്സ്. പിന്നെ ഇത് താഴോട്ട് ട്രക്കിയ, ഇങ്ങോട്ടേക്ക് ലങ്സും ഇവിടെ ബ്രോങ്കിക്ക് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു അനാറ്റമിക്കൽ മോഡൽ വരച്ചിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് പോർഷൻ എന്ത്, നാസോ ഫാരിങ്സ്. ഈ നാസോ ഫാരിങ്സിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ആദ്യം നാസോ ഫാരിങ്സ് ഹെഡിങ് ചെയ്താൽ ഇതുപോലെ ഒരു പടം വരയ്ക്കുക. ഇതുപോലെ സൈഡിൽ വരയ്ക്കരുത്, ഞാൻ നോട്ടിലായിട്ട് വരച്ചാൽ നിങ്ങൾ വരക്കുമ്പോൾ ഇവിടെ വലിയൊരു പോർഷൻ തന്നെ വേണം ഈ പിക്ചർ വരക്കാൻ. അപ്പോൾ നാസോ ഫാരിങ്സ് ആണെങ്കിൽ നാസൽ പാർട്ട് ഓഫ് ദ ഫാരിങ്സ്, ഫാരിങ്സിന്റെ നാസൽ പാർട്ടാണ് നാസോ ഫാരിങ്സ് എന്ന് പറയുന്നത്. സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ നാസൽ കാവിറ്റി, അതായത് നമ്മുടെ ഈ നാസൽ കാവിറ്റി മൂക്കിന്റെ അകത്ത് വരുന്ന ആ ഒരു സ്പേസിന്റെ ബാക്കിലായിട്ടാണ് എന്ത് വരുന്നത്, നാസോ ഫാരിങ്സ് വരുന്നത്. ഇറ്റ് റിസംബിൾസ് നോ സ്ട്രക്ചറലി ആൻഡ് ഫംഗ്ഷനലി, ഇത് ഏകദേശം മൂക്കിനെ പോലെ തന്നെയാണ് ഇതിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ വരുന്നത് പറയുന്നുണ്ട്. ദ ആന്റീരിയർ പാർട്ട് റിലേറ്റഡ് ടു ദ നാസൽ കാവിറ്റി, ഇതിന്റെ അതായത് ഇപ്പോൾ നമ്മൾ അനാറ്റമി പഠിക്കുമ്പോൾ ഇതുപോലത്തെ വേർഡ്സ് പഠിക്കണം, ആന്റീരിയർ, പോസ്റ്റീരിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ ഒക്കെ. അപ്പൊ ആന്റീരിയർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പോർഷൻ ആണ്. അപ്പൊ ഫ്രണ്ട് പോർഷൻ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, നാസൽ കാവിറ്റി, മൂക്കിന്റെ ഈ കാവിറ്റി ആയിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഫീരിയറിലെ താഴ്ഭാഗമാണെങ്കിൽ കണ്ടിന്യൂസ് വിത്ത് ഓറോഫാരിങ്സ്, അതായത് ഈ ഫാരിങ്സ് ഈ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഓറോഫാരിങ്സ് ആയിട്ട് മാറുന്നത്. ഈ പിക്ചർ നോക്കിയാൽ അറിയാം. ഇവിടെ നാസോഫാരിങ്സ് ആണ്, അതിന്റെ ആന്റീരിയറിൽ ഫ്രണ്ട് പോർഷനിൽ എന്താണ്, ഇവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോസ് അല്ലെങ്കിൽ നാസൽ കാവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ നാസോഫാരിങ്സിന്റെ താഴെ ഇൻഫീരിയറിൽ എന്താണ് വരുന്നത്, ഓറോഫാരിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ച് നമുക്ക് എഴുതാൻ സുഖമാവും ഇതുപോലെ പോയിന്റ്സ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ രണ്ടാമത്തത്, അതാണ് ഓറോഫാരിങ്സ്. ഓറോഫാരിങ്സിന് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു പടം വരയ്ക്കുക. അതുപോലെ ആദ്യം ഹെഡിങ് എഴുതാം, ഇവിടെ പടം വരയ്ക്കുക, എന്നിട്ട് താഴെയായിട്ട് നമ്മൾ ഇത് എഴുതണം. ഓറൽ പാർട്ട് ഓഫ് ദി ഫാരിങ്സ് ആൻഡ് മിഡിൽ പാർട്ട് ഓഫ് ദി ഫാരിങ്സ്, ഫാരിങ്സിന്റെ സെന്ററിൽ വരുന്ന പോർഷനും അതുപോലെ തന്നെ ഓറൽ പാർട്ട്, അതായത് മൗത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാരിങ് പോർഷൻ ആണ് എന്ത്, ഓറോഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യം നാസോഫാരിങ്സ് ആണ്, പിന്നെ ഓറോഫാരിങ്സ്, പിന്നെ ലാരിഞ്ചോ ഫാരിങ്സ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിനും നടുക്കാണ് ഓറോഫാരിങ്സ് വരുന്നത്, അതുകൊണ്ടാണ് മിഡിൽ ഫാരിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ലാരിഞ്ചോ ഫാരിങ്സ്. ലാരിഞ്ചോ ഫാരിങ്സ് ആണെങ്കിൽ സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ ലാരിങ്സ്, ലാരിങ്സിന്റെ ബാക്ക് സൈഡിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതാണ് ലാരിങ്സ്. അപ്പൊ ലാരിങ്സിന്റെ ഈ ബാക്ക് സൈഡ് ആയിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ലാരിങ്സ് എന്ന് പറയാൻ അറിയില്ല, നമ്മുടെ വോയിസ് ബോക്സ്, അതായത് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ ലാരിങ്സ്. ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ അപ്പർ ബോർഡർ ഓഫ് ദ എപ്പിഗ്ലോട്ടിസ് ആൻഡ് ടു ദ ലോവർ ബോർഡർ ഓഫ് ദ ക്രിക്കോയിഡ് കാർട്ടിലേജ്. നമ്മുടെ ട്രക്കിയയിൽ വരുന്ന ഓർഗൻസ് ആണ് ക്രിക്കോയിഡ് കാർട്ടിലേജും അതുപോലെ തന്നെ ഈ എപ്പിഗ്ലോട്ടിസ് ഒക്കെ പറയുന്നത്. ഈ വോക്കൽ കോഡ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സിലാണ് ഈ എപ്പിഗ്ലോട്ടിസ് ഒക്കെ വരുന്നത്. എപ്പിഗ്ലോട്ടിസ് വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതും അതുപോലെ തന്നെ ക്രിക്കോയിഡ് കാർട്ടിലേജുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. നമ്മൾ ലാരിഞ്ചോ ഫാരിങ്സ് എന്ന് പറഞ്ഞിട്ട് ഈ പിക്ചർ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കണം. താഴെ പോർഷൻ ട്രക്കിയാണ്, ഈ താഴത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ ട്രക്കിയാണ്. അപ്പൊ അതൊന്നും മറക്കരുത്, അതൊക്കെ നോക്കിയിട്ട് വേണം എഴുതാൻ. അപ്പൊ ആദ്യം നമ്മൾ എഴുതുമ്പോൾ ഇതുപോലെ ഹെഡിങ് എഴുതാം, പിക്ചർ വരക്കുക, അതിന് താഴെയിട്ട് ഈ പോയിന്റ്സ് ഒക്കെ എഴുതും. അടുത്തതാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോസ് പഠിച്ച് പിന്നെ ഫാരിങ്സ് പഠിച്ച് ഇപ്പോൾ ലാരിങ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൗണ്ട് ബോക്സ് എന്ന് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്ന് അറിയുന്നുണ്ട്. നമ്മുടെ വായിലെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാരിങ്സ് ആണ്. ഇതെന്ന് പറയുമ്പോൾ മസ്കുലോ കാർട്ടിലേജിനസ് ബോക്സ് ആണ്, അതായത് മസിൽസും കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോണും അല്ല എന്നാൽ മസിലും അല്ലാണ്ട് കുറച്ച് കട്ടിയുള്ളൊരു ഓർഗനാണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മസ്കുലോ കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് ലാരിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ബോക്സിന്റെ ഷേപ്പാണ് ഏകദേശം കാണുന്നത്. ഇത് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഇത് സിറ്റുവേറ്റഡ് ഇൻ ദ ആൻഡ്രോ മീഡിയൻ പാർട്ട് ഓഫ് ദ റൂട്ട് ഓഫ് ദ നെക്ക്, അതായത് നമ്മുടെ നെക്കിന്റെ താഴ്ഭാഗത്ത്. ആൻഡ്രോ മീഡിയൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ടില് നമ്മുടെ റൂട്ട് ഓഫ് ദ നെക്ക്, കഴുത്തിന്റെ താഴ്ഭാഗത്ത് നടുക്കായിട്ടാണ് എന്ത് വരുന്നത്, ഈ ലാരിങ്സ് വരുന്നത്. അറ്റ് C4 to C6 വെർട്ടിബ്രൽ ലെവൽ, അതായത് നമ്മുടെ വെർട്ടിബ്രയുടെ ഓരോ ബോൺസിനെ നോക്കുകയാണെങ്കിൽ C4 സെർവിക്കൽ വെർട്ടിബ്രയുടെ 4 to സെർവിക്കൽ വെർട്ടിബ്രയുടെ 6, ഈ 4 മുതൽ 6 വരെയുള്ള സെർവിക്കൽ വെർട്ടിബ്രൽ ബോണിലാണ് ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്, ഈ ലാരിങ്സിന്റെ. അപ്പൊ അതിന്റെ ഫിഗർ കാണിച്ചത് എന്റെ ടെക്സ്റ്റ് ബുക്കിലെ നമ്പറാണ് ജസ്റ്റ് എഴുതി വെച്ചത്. അപ്പൊ നമ്മുടെ ലാരിങ്സ് എന്ന് പറയുന്ന ആ ഒരു ഓർഗന്റെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ ലാരിങ്സ് ഇതാണ്, ഈ പറയുന്നതാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. ഈ പിക്ചർ വരച്ചിട്ട് തന്നെ പഠിക്കണം. ഇതിലെന്ന് പറയുമ്പോൾ ഇവിടെ ലാരിഞ്ചൽ ഇൻലെറ്റ് വരുന്നുണ്ട്, പിന്നെ എപ്പിഗ്ലോട്ടിസ്, തൈറോയിഡ് ബോൺ ഈ കാണുന്നത്, പിന്നെ തൈറോയിഡ് കാർട്ടിലേജ്, ലാരിങ്സ്, ഈ മൊത്തത്തിൽ പറയുന്നതാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. ക്രിക്കോയിഡ് കാർട്ടിലേജ്, ട്രക്കിയ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വരച്ചിട്ട് തന്നെ പഠിക്കണം, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി ഞാൻ നോട്ട് കാണിച്ചിരുന്നു. ഇപ്പോൾ
നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ആ പിക്ചർ വെച്ചതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് സൈസ്, ഷേപ്പ്, ഇതിനെ പറ്റി ജസ്റ്റ് ഒന്ന് എഴുതണം. ഇപ്പൊ സൈസും ഷേപ്പും ഒക്കെ ആണെങ്കിൽ, ഷേപ്പ് എന്ന് പറയുമ്പോൾ ഫണൽ ഷേപ്പിലാണ്. കാരണം ആ ഭാഗത്തോട്ട് എന്താണ്, ഫ്രീ സ്പേസ് ആണ്. നമുക്ക് ഒരു പൈപ്പ് പോലൊക്കെ കാണുന്ന ഒരു പോർഷനോടാണ് ഫണൽ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പർ പാർട്ട് ഈസ് എക്സ്പാൻഡഡ്, അതായത് അപ്പർ പാർട്ട് എന്ന് പറയുമ്പോൾ വലുതാണ് ലോവർ പാർട്ടിനെ കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ. അത് ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവും. മുകൾ ഭാഗത്ത് ഇത് സൈസ് ഇതുപോലെ കൂടുതലാണ്, പക്ഷെ താഴ്ഭാഗത്ത് വരുമ്പോൾ അത് കുറച്ചുകൂടി ചെറുതാവുന്നുണ്ട്. പിന്നെ സൈസ് ആണെങ്കിൽ 4 to 3 സെന്റിമീറ്റർ ലെങ്ത്, 4 to 3 സെന്റിമീറ്റർ, അതായത് അതിന്റെ സൈസ് ആണെങ്കിൽ 3 to 4 സെന്റിമീറ്ററും. പിന്നെ അതുപോലെ തന്നെ കാർട്ടിലേജ് വെച്ചിട്ടാണ് മൈൻഡപ്പ് ചെയ്തേക്കുന്നത്. ഇപ്പൊ സ്കെൽറ്റൻ ഓഫ് ലാരിങ്സ്, അതായത് ലാരിങ്സിലുള്ള സ്കെൽറ്റൻ, അല്ലെങ്കിൽ അത് എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ, ആദ്യം വരുന്നത് ലാരിങ്സ് ഈസ് മേഡപ്പ് ഓഫ് കാർട്ടിലേജ്. കാർട്ടിലേജ് വെച്ചിട്ടാണ് മേഡപ്പ് ചെയ്തേക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് കാർട്ടിലേജ് ഉണ്ട്. അൺപെയർഡ് കാർട്ടിലേജസ് ഉണ്ട്, പെയർഡ് കാർട്ടിലേജസ് ഉണ്ട്. ഇപ്പൊ അൺപെയർഡ് കാർട്ടിലേജസ് ആണെങ്കിൽ അതിൽ വരുന്നതാണ് തൈറോയിഡ് കാർട്ടിലേജ്, ക്രിക്കോയിഡ് കാർട്ടിലേജ്, എപ്പിഗ്ലോട്ടിസ്. ഈ മൂന്നുമാണ് അൺപെയർഡ് കാർട്ടിലേജ്. അതായത് പെയർ അല്ലാത്ത കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ ഈ 3 ഇനി പെയർഡ് കാർട്ടിലേജ് ആണെങ്കിൽ അതിൽ വരുന്നതാണ് അരിറ്റനോയിഡ് കാർട്ടിലേജ്, കോർണിക്കുലേറ്റ് കാർട്ടിലേജ് ആൻഡ് ക്യൂണിഫോം കാർട്ടിലേജ്. അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിക്കണം. അതായത് ആ പിക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ സംഭവങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും എഴുതാന്. ഈ പെയർഡും അൺപെയർഡും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് ആ പിക്ചർ വെച്ചിട്ട് ബാക്കി നമുക്ക് എഴുതിയാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഇതിലെ ഓരോ ഓർഗൻസും, അതായത് ഈ എഴുതിയതിനെ പറ്റിയിട്ട് ഓരോ ഓർഗൻസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആക്കിയിട്ട് പിന്നെ എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് തൈറോയിഡ് കാർട്ടിലേജ് എന്താ നോക്കാം. അതായത് തൈറോയിഡ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ആണ് ഡയറൻഷ്യൽ കാർട്ടിലേജിൽ വരുന്നത്. ഹയാലിൻ കാർട്ടിലേജുകളാണ് മേഡപ്പ് ചെയ്തേക്കുന്നത്. ക്വാഡ്രാങ്കുലർ പ്ലേറ്റ്സിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പിക്ചർ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ തൈറോയിഡ് കാർട്ടിലേജിന്റെ പിക്ചർ. ഈ പിക്ചർ വരച്ചിട്ട് തന്നെ പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ 2-3 പോയിന്റ് എഴുതണം. രണ്ടാമത് വരുന്നതാണ് ഈ ക്രിക്കോയിഡ് കാർട്ടിലേജ്. ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് എഴുതുക. ഇത് കാണുമ്പോൾ സിഗ്നറ്റ് റിംഗ് പോലെ ഇരിക്കുന്നുണ്ട്. പോസ്റ്റീരിയർ ക്വാഡ്രിലാറ്ററൽ ലാമിന വരുന്നുണ്ട്. പിന്നെ ആന്റിരിയർ ആർച്ച് ഉണ്ട്. ഹയാലിൻ കാർട്ടിലേജ് കൊണ്ടാണ് മേഡപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്രിക്കോയിഡ് കാർട്ടിലേജും തൈറോയിഡ് കാർട്ടിലേജും എന്ത് വെച്ചിട്ടാണ്, ഹയാലിൻ കാർട്ടിലേജ് കൊണ്ടാണ് മേഡപ്പ് ചെയ്തേക്കുന്നത്. ഇതാണ് ക്രിക്കോയിഡ് കാർട്ടിലേജിന്റെ പിക്ചർ. ഇതൊക്കെ വരച്ച് പഠിക്കണം. നെക്സ്റ്റ് വരുന്നത് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുമ്പോൾ ഒരു ലീഫ് ഷേപ്ഡ് എലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. ലോവറിന്റെ നാരോ ആണ്. അതെന്തെയും തൈറോയിഡ് കാർട്ടിലേജുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഈ പിക്ചർ നോക്കുമ്പോൾ കാണാം നമുക്ക്. പിന്നെ അപ്പറിന്റെ ബോർഡർ ആണ്, ഫ്രീ ആണ്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് വരുന്ന പഠിച്ചിട്ട് എഴുതിയേക്കും. പിന്നെ വരുന്നതാണ് ഈ അരിറ്റനോയിഡ് കാർട്ടിലേജും അതുപോലെ തന്നെ കോർണിക്കുലേറ്റ് കാർട്ടിലേജും ക്യൂണിഫോം കാർട്ടിലേജും. അപ്പൊ ഈ പോയിന്റ്സും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം, കാരണം ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പിക്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പിക്ചർ വരക്കണം. ബാക്കി 2 കാർട്ടിലേജിന്റെ പിക്ചർ വരച്ചാൽ. ഈ നെക്സ്റ്റ് വരുന്ന ഓർഡറാണ് നമ്മുടെ ട്രക്കിയ. ഫാരിങ്സ് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നതാണ് ട്രക്കിയ. ട്രക്കിയ എന്ന് പറയുമ്പോൾ മസ്കുലോ കാർട്ടിലേജിന്റെ ട്യൂബുലാർ സ്ട്രക്ചർ ആണ്. അതായത് മസിൽ ഉണ്ട്, കാർട്ടിലേജസ് ഉണ്ട് ഇതില്, അതുപോലെ തന്നെ ഒരു ട്യൂബ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് ട്രക്കിയ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ക്യാരിങ്, ഇതിന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്ന, ക്യാരിങ് എയർ ഫ്രം ദ ലാരിങ്സ് ടു ദ ലങ്സ്. അതായത് നമ്മുടെ ഈ ലാരിങ്സിൽ നിന്ന് ഈ ലങ്സിലോട്ട് എയറിനെ കൊണ്ടുപോകുന്ന ഡ്യൂട്ടിയാണ് ഈ ട്രക്കിയക്ക് വരുന്നത്. ഇതിനെ വിൻ പൈപ്പ് എന്നും പറയുന്നുണ്ട്. കാറ്റ് കൊണ്ടുപോകുന്നതായതുകൊണ്ട്, അല്ലെങ്കിൽ എയർ കൊണ്ടുപോകുന്നതായതുകൊണ്ട് നമ്മൾ വിൻ പൈപ്പ് എന്നും ഈ ട്രക്കിയനെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഇതുപോലെ പിക്ചർ വരക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് പിക്ചർ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് പിക്ചർ വരച്ചിട്ടുള്ളത്. അപ്പൊ എപ്പോൾ പിക്ചർ വരക്കുമ്പോഴും നമ്മൾ എപ്പോഴും പറയുന്നത് 3-4 ഓർഗൻസ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കണം, പാർട്സ്. അപ്പോൾ നോസ് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ലാരിങ്സ് പറഞ്ഞ് പിന്നെ വരുന്നതാണ് ട്രക്കിയ. ട്രക്കിയ എന്നത് ബ്രോങ്കി ആയിട്ട് എങ്ങോട്ടേക്ക് മാറുന്ന ലങ്സിലോട്ട് പോകും. സൈസ് ആൻഡ് ഷേപ്പാണ്. ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ 10 to 15 സെന്റിമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. മെയ്ഡപ്പ് ഓഫ് സി ഷേപ്പിൽ ട്രക്കിയൽ റിങ്സ്, അതായത് ട്രക്കിയൽ റിങ്സ്, അതായത് ഇങ്ങനെ ഈ സി ഷേപ്പിൽ അല്ലെങ്കിൽ സി കണക്കിനിരിക്കുന്ന ട്രക്കിയൽ റിങ്സ് വെച്ചിട്ടാണ് മെയ്ഡപ്പ് ചെയ്തേക്കുന്നത്. ഈ റിങ്സിന്റെ ബാക്ക് സൈഡ്, അതായത് പോസ്റ്റീരിയർ പാർട്ട് എന്താണ്, ഓപ്പൺ ആണ്. അതായത് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ തൊടുമ്പോൾ നമുക്ക് നമ്മുടെ ട്രക്കിയ അറിയാൻ പറ്റും, നമ്മുടെ കഴുത്തിൽ തൊട്ട് നോക്കുമ്പോൾ. അത് ക്ലോസ്ഡ് ബൈ ദ ട്രക്കിയാലിസ് മസിൽ. അപ്പോൾ ഈ സി ഷേപ്ഡ് ആയിട്ടുള്ള റിങ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ എയർ അതുവഴി പുറത്തു പോകാണ്ട് അതിനെ ക്ലോസ് ചെയ്തേക്കുന്നത് ട്രക്കിയാലിസ് മസിൽ എന്ന് പറഞ്ഞിട്ടുള്ള മസിൽ വെച്ചിട്ടാണ്. പിന്നെ റിലേറ്റഡ് ടു ദ ഈസോഫാഗസ്. ഈ ട്രക്കിയ എന്ത് ചെയ്യുന്നത്, അതിന്റെ ട്രക്കിയയുടെ ബാക്ക് സൈഡിൽ ഈസോഫാഗസ് ആണ് നിൽക്കുന്നത്. ഇതിനെ ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ വിൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ ട്രക്കിയ, ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത് ഈസോഫാഗസും ആണ്. കാരണം അത് ഫുഡാണ് കൊണ്ടുപോകുന്നത്, ഈസോഫാഗസ്. നെക്സ്റ്റ് സൈറ്റ് ആൻഡ് സിറ്റുവേഷൻ. ഇത് എവിടെയാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. സിറ്റുവേറ്റഡ് ഇൻ ദ ആൻഡ്രോ മീഡിയൻ പാർട്ട് ഓഫ് ദ റൂട്ട് ഓഫ് ദ നെക്ക്. അതായത് നമ്മുടെ നെക്കിന്റെ ഫ്രണ്ടിൽ ഒരു പകുതി, അല്ലെങ്കിൽ ഒരു നടുക്കായിട്ടാണ് ഇത് വരുന്നത്. ഈ നമ്മുടെ
ട്രക്കിയ കാണുന്നത്. സുപ്പീരിയർ മീഡിയാസ്റ്റിനം, അതായത് ഇതിന്റെ മുകൾ ഭാഗത്ത് എന്താണ്, അതായത് നമ്മുടെ മീഡിയാസ്റ്റിനത്തിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇത് കാണുന്നത്. എക്സ്റ്റെൻസ് ബിറ്റ്വീൻ C6 to T4 ലെവൽ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച് C4 to C6, ഇവിടെ നമ്മൾ പറയുന്നത് C6 മുതൽ T4 വരെയാണ്, അല്ലെങ്കിൽ T4 വെർട്ടിബ്രൽ ലെവൽ വരെയാണ് എന്ത് കാണുന്നത്, നമ്മുടെ ഈ ട്രക്കിയ കാണുന്നത്. സുപ്പീരിയറിൽ കണക്റ്റഡ് വിത്ത് ലാരിങ്സ്. ട്രക്കിയയുടെ മുകൾ ഭാഗത്ത് എന്താണ്, ലാരിങ്സ് ആണ്. ഈ പിക്ചർ നോക്കി കാണാം, ഇതാണ് ട്രക്കിയ, അതിന്റെ മുകൾ ഭാഗത്ത് ലാരിങ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഇതിന്റെ റിലേഷൻസ് ആണ്. റിലേഷൻസിന്റെ പിക്ചർ കാണിച്ചിട്ട് ഇതാണ് നമ്മുടെ റിലേഷൻസ് ഓഫ് ട്രക്കിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ട്രക്കിയാണ് ഈ കാണുന്ന പോർഷന് ഇത് ബ്രോങ്കി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ പിക്ചർ നമ്മൾ വരച്ചിരിക്കണം, കാരണം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ട്രക്കിയയുടെ പിക്ചറൊക്കെ വരയ്ക്കുന്ന സമയത്ത്. നെക്സ്റ്റ് വരുന്നത് ലങ്സ്. ലങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പെയർ ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് ആണ്. അതായത് 2 ലങ്സ് വരുന്നതാണ് പെയർ ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത്. ഹെൽപ്സ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച്, അതായത് ഗ്യാസിനെ എക്സ്ചേഞ്ച് ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് സ്പോഞ്ച് ഇൻ നാച്ചുറൽ ആൻഡ് ന്യൂബോൺ ലങ്സ് ആർ റെഡ് ഇൻ കളർ. അതായത് ഈ നമ്മുടെ ലങ്സ് എന്ന് പറയുമ്പോൾ സ്പോഞ്ച് പോലെയാണ്. അതുപോലെ തന്നെ ന്യൂബോൺ ലങ്സ് റെഡ് കളറിലും, അതുപോലെ തന്നെ അഡൾട്ടിന്റെ ലങ്സ് ബ്ലാക്ക് കളറിലുമാണ് കാണുന്നത്. പിന്നെ നമ്മൾ ലങ്സിന്റെ ഒരു പിക്ചർ വരയ്ക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണും, അനാട്ടമിയുടെ അത് നോക്കിയിട്ട് വേണം വരക്കാൻ. ജസ്റ്റ് ഈ ഇതിലും ഈ ലങ്സിന്റെ പിക്ചർ മാത്രം വരയ്ക്കുക. എന്നിട്ട് റൈറ്റ് ലങ്, ലെഫ്റ്റ് ലങ്, ട്രക്കിയ, ഈ ബ്രോങ്കി, അങ്ങനെ ജസ്റ്റ് കുറച്ച് പാർട്സും നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പോൾ ഈ പിക്ചറൊക്കെ നിങ്ങളുടെ അനാട്ടമി ടെക്സ്റ്റിൽ കാണും. ഇതൊക്കെ ആശ്ലേത ടെക്സ്റ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലെല്ലാ പിക്ചേഴ്സും അത്യാവശ്യം വരുന്നുണ്ട്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈറ്റ് ആൻഡ് സിറ്റുവേഷൻ, അതിൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സിറ്റുവേറ്റഡ് ഇൻ ദ thoracic cavity, നമ്മുടെ ഈ ചെസ്റ്റിന്റെ ക്യാവിറ്റി, അകംഭാഗത്തിന് പറയുന്നവരാണ് thoracic cavity. അവിടെയാണ് ഈ ലങ്സ് നിൽക്കുന്നത്. അണ്ടർ ദ കവറിംഗ് ഓഫ് ദ പ്ലൂറയാണ് ലങ്സിനെ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് സീറ്റഡ് ഓവർ ദ ഡോം ഓഫ് ദ ഡയഫ്രത്തിന്റെ മുകളിലായിട്ടാണ് ഈ ലങ്സ് നിൽക്കുന്നത്. അതായത് ഇപ്പോ ഇവിടെയാണ് നമ്മുടെ ഡയഫ്രമിൽ, അതിന് മുകളിലായിട്ടാണ് നമ്മുടെ ലങ്സ് പൊസിഷൻ ചെയ്തേക്കുന്നത്. ഇനി സൈസ് ആൻഡ് ഷേപ്പ് ആണെങ്കിൽ പിക്ചർ കാണിച്ചുതരാം. ഇപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള പിക്ചർ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇത് വരയ്ക്കുക. ഇത് കളറില്ലാത്ത വേർഷനും ഇത് കളർ വന്നിട്ടുള്ള ഒരു മോഡലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരച്ചിരിക്കുന്നത് ലങ്സിന്റെ ഫോട്ടോയിൽ. സൈസ് ആൻഡ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ ആദ്യം ഹെഡിങ് ചെയ്തിട്ട് ഈ പിക്ചർ ഇവിടെ വരക്കണം. അത് വരച്ചതിന് ശേഷം താഴെ നമ്മൾ ഇത് എഴുതാൻ പാടുള്ളൂ, ജസ്റ്റ് ഒരു മോഡലിന്. അപ്പോൾ ഇതുപോലെ വരച്ചിട്ട് ഇതാണ് നമ്മുടെ ലങ്സിന്റെ പോർഷൻ അടയാളപ്പെടുത്തിയിട്ടുള്ള കോണിക്കൽ ഷേപ്പിലുള്ള സ്ട്രക്ചറാണ്. അതായത് കാണുമ്പോൾ ഒരു കോണ് കണക്കിനാണ് ഇതിന്റെ മുകളിലും താഴെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ അപ്പെക്സ് ഫേസിങ് അപ്വേർഡ് ആണ്, ബേസ് ചെയ്യുന്നത് ഇൻഫീരിയർ. അപ്പെക്സ് എന്ന് പറയുന്ന പോർഷന് അപ്വേർഡ് മുകളിലാണ് കാണുന്നത്, ബേസ് ചെയ്ത് എവിടെയാണ്, താഴ്ഭാഗത്തുമാണ് കാണുന്നത്. നെക്സ്റ്റ് റൈറ്റ് ലെങ് ഈസ് ലാർജർ ദാൻ ദ ലെഫ്റ്റ് ലെങ്. അതായത് നമ്മുടെ റൈറ്റ് ലെങ്ങാണ് ലെഫ്റ്റിനെക്കാളും ലാർജർ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഹാർട്ട് വരുമ്പോൾ അത്രയും പോർഷന് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ലാർജ് ആയിട്ട് തോന്നുന്നത്. പിന്നെ റൈറ്റ് ലെങ് എന്ന് പറയുമ്പോൾ 700 ഗ്രാം വെയിറ്റും, ലെഫ്റ്റ് ആണെങ്കിൽ 650 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദ ലെങ്സ് ആണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പറഞ്ഞല്ലോ 40 അപ്പൊ ഇവിടെ ഈ കാണുന്ന ഡയഗ്രം ഉണ്ടല്ലോ, ഇതേപോലെയാണ് നമ്മളെ എക്സ്റ്റേണൽ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലെങ്സിന്റെ. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട്, വെൻ ലുക്ക് എക്സ്റ്റേണലി ദ ലെങ് ഹാസ് 2 സർഫസസ് ആൻഡ് 3 ബോർഡേഴ്സ്, അപ്പെക്സ് ആൻഡ് ബേസ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ലെങ്സിന് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 സർഫസ് കാണാം, 3 ബോർഡർ കാണാം, ഒരു അപ്പെക്സും ബേസും കാണാം. അപ്പോൾ 3 ബോർഡർ എന്ന് പറയുമ്പോൾ അത് വരുന്നതാണ് ആന്റിയർ ബോർഡർ. അതായത് ഫ്രണ്ടിൽ ഒരു ബോർഡർ ഉണ്ട്, പോസ്റ്റീരിയർ ബാക്കിൽ ഒരു ബോർഡർ ഉണ്ട്, ഇൻഫീരിയർ താഴെ ഒരു ബോർഡർ ഉണ്ട്. ഇതാണ് ലെങ്സിന്റെ ബോർഡർ ആയിട്ട് വരുന്നത്. സർഫസ് ആണെങ്കിൽ കോസ്റ്റൽ സർഫസ്, അതായത് നമ്മുടെ റിബിനോട്, നമ്മുടെ വാരിയലിനോട് ചേർന്ന് കിടക്കുന്ന പോർഷനാണ് കോസ്റ്റൽ സർഫസ്. അതുപോലെ തന്നെ മീഡിയാസ്റ്റിനൽ സർഫസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മീഡിയാസ്റ്റിനം, അതായത് മീഡിയാസ്റ്റിനം നമ്മൾ thoracic cavity വരുന്ന ഒരു പാർട്ടാണ്. അപ്പൊ ആ ഭാഗത്തിനോട് ചേർന്നിട്ടാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മീഡിയാസ്റ്റിനൽ സർഫസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഈ പിക്ചർ വരച്ചു വെക്കണം. ഈ പിക്ചർ ഞാനിപ്പോ ഈ ടെക്സ്റ്റ് ബുക്കിലെ മോഡൽ ഇവിടെ കാണിച്ചുതരാം. ഈ കാണുന്ന രീതിയിലുള്ളൂ, ഇതാണ് നമ്മുടെ ഈ സർഫസ് ഓഫ് ദ ലെങ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന പോർഷൻസ് എന്ന് പറയുമ്പോൾ മുകൾ ഭാഗത്ത് ഇത് അപ്പെക്സ് വരുന്നുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോർഷൻ. അതായത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ ലെങ്സിനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ എങ്ങനെയായിരിക്കും ആ ഒരു പോർഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ 2 സംഭവം ഇതിനെ ഹൈലം എന്നാണ് പറയുന്നത്. ഇതെന്താണ്, നമ്മുടെ ലങ്സിലോട്ട് ബ്ലഡ് വെസൽസ്, ബ്രോങ്കി, അതുപോലെ തന്നെ വെയിൻസ് ഒക്കെ കയറുന്ന ഒരു സ്പേസ് ആണ് ഈ ഹൈലം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ കാണിച്ചത്. അപ്പോൾ ഇതിലാണെങ്കിൽ മുകൾ ഭാഗത്ത് എഫക്ട്സ് വരുന്നുണ്ട്, ആന്റിയർ ബോർഡർ വരുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട് പോർഷൻ, കാരണം ഈ ഭാഗമാണ് നമ്മുടെ മുൻഭാഗത്തോട്ട് നിൽക്കുന്നത്. പിന്നെ പോസ്റ്റീരിയർ ബോർഡർ, റിബ് കണ്ടോ, ഈ നമ്മുടെ റിബ്സ് കാണുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ ബാക്കിൽ വരുന്ന റിബ്സിന്റെ ഷേപ്പാണ് ഈ കാണുന്നത്. ഇതാണ് പോസ്റ്റീരിയർ ബോർഡർ. പിന്നെ മീഡിയാസ്റ്റിനൽ സർഫസ്, മീഡിയാസ്റ്റിനുമായിട്ട് ബന്ധമുള്ള സർഫസ് ആയതുകൊണ്ട് മീഡിയാസ്റ്റിനൽ സർഫസ് എന്ന് പറയുന്ന ഇൻഫീരിയർ ബോർഡർ, താഴത്തെ പോർഷൻ ഇൻഫീരിയർ ബോർഡറും ഏറ്റവും താഴത്തെ ഭാഗം ബേസ് എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിബുമായിട്ടുള്ള ചേർന്നിട്ടുള്ള ഈ ഏരിയയാണ് കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നത്. അതായത് റിബിന്റെ നേർക്ക് സൈഡ് ഇരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി
അടുത്തത് നമ്മൾ ഈ പിക്ചർ വരച്ചതിന് ശേഷം ഈ ബോർഡേഴ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് എഴുതാം. അപ്പൊ ആന്റീരിയർ ബോർഡർ ആണെങ്കിൽ ഷാർപ്പാണ്, ഷോർട്ടാണ്. അതായത് ഷാർപ്പായിട്ടുള്ള ഭയങ്കര കോണിക്കലായിട്ട് നിൽക്കുന്നതാണ്, കുഞ്ഞ പോർഷൻ ആണ്. ആന്റീരിയർ ബോർഡർ ഓഫ് ദ ലെഫ്റ്റ് ലെങ് ഷോസ് എ വൈഡ് കാർഡിയക് നോച്ച്. അതായത് ലെഫ്റ്റ് ലെങ്ങിന്റെ താഴ്ഭാഗത്ത് നമുക്കൊരു വൈറ്റ് ഷേപ്പ്, ഒരു കോൺകേവ് അല്ലെങ്കിൽ ഒരു കോൺവെക്സ് ഷേപ്പ് കാണുന്നുണ്ട്, ഒരു കുഴിഞ്ഞിരിക്കുന്ന പോലെ. അതിനെ കാർഡിയാക് നോച്ച് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഹാർട്ടിന് നിൽക്കാനുള്ള ഒരു സ്പേസ് ആണ് അത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് നിൽക്കുന്ന ഹാർട്ടിനെ കവർ ചെയ്തിട്ടുള്ള പെരിക്കാർഡിയം അവിടെ നമുക്ക് കാണും. പിന്നെ പോസ്റ്റീരിയർ ബോർഡർ ആണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റിക്ക് ചെയ്ത് നല്ല കട്ടിയുണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഹെഡ് ഓഫ് ദ റിബ്സ്. അതായത് നമ്മുടെ വാരിയലിന്റെ മുൻഭാഗം, അതായത് മുകൾ ഭാഗവും അല്ലെങ്കിൽ ഹെഡ് തലഭാഗമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സൈഡാണ് പോസ്റ്റീരിയർ ബോർഡർ. പിന്നെ ഇൻഫീരിയർ ബോർഡർ ആണെങ്കിൽ ഇൻഫീരിയർ ബോർഡർ സെപ്പറേറ്റ്സ് ദ ബേസ് ഫ്രം ദി കോസ്റ്റൽ ആൻഡ് മീഡിയാസിനൽ സർഫസ്. ഇത് എന്ത് ചെയ്യും, കോസ്റ്റലും മീഡിയാസിനൽ സർഫസിനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത് ഇൻഫീരിയർ ബോർഡർ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് സർഫസസ്. സർഫസസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞത്, കോസ്റ്റൽ സർഫസ്, മീഡിയാസിനൽ സർഫസ്. ഈ കോസ്റ്റൽ സർഫസ് ആണെങ്കിൽ വലുതാണ്, കോൺവെക്സ് ഷേപ്പ്ഡ് ആണ്. അതിൽ ഇംപ്രഷൻസ് ഓഫ് ദ റിബ്സ്, അതായത് നമ്മുടെ വാരിയലിൽ ഇപ്പൊ പ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു അടയാളം വീഴില്ലേ, അതിനാണ് ഇംപ്രഷൻസ് ഓഫ് ദ റിബ്സ് എന്ന് പറയുന്നത്. പിന്നെ മീഡിയാസ്റ്റിനൽ സർഫസ് കാണുന്നുണ്ട്. ഇറ്റ് ഹാവിങ് ഇംപ്രഷൻസ് ഓഫ് മീഡിയാസ്റ്റിനൽ സ്ട്രക്ചേഴ്സ്. അതായത് മീഡിയാസ്റ്റിനൽ കൂടെ അല്ലെങ്കിൽ മീഡിയാസ്റ്റിനൽ എന്ന് പറഞ്ഞാൽ ആ സ്പേസിൽ കൂടെ പോകുന്ന ഓർഗൻസിന്റെ ഇംപ്രഷൻസ് ഒക്കെ എവിടെ കാണാം, ഈ മീഡിയാസ്റ്റിനൽ സർഫസസിൽ കാണാം. അപ്പോൾ മീഡിയാസ്റ്റിനൽ സർഫസസിൽ വരുന്ന ഓർഗൻസ് ഏതൊക്കെയാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ്. ഇത് നമ്മൾ കാണാതെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇതില് റൈറ്റ് ലെങ്ങിൽ കുറച്ച് ഓർഗൻസിന്റെ അടയാളമുണ്ട്, ലെഫ്റ്റ് ലെങ്ങിൽ കുറച്ച് ഓർഗൻസിന്റെ അടയാളമുണ്ട്. അപ്പൊ റൈറ്റ് ലെങ്കിലാണെങ്കിൽ സുപ്പീരിയർ വിനാക്കാവയുടെ മുകൾ പോർഷന് ബ്രേക്കിയോസെഫാലിക് വെയിൻ വരാം. ബ്രേക്കിയോസെഫാലിക് വെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലൂടെ പോകുന്ന, അതായത് നമ്മുടെ ഈ ഷോൾഡറിന്റെ പോർഷനിൽ കൂടെ ഒക്കെ പോകുന്ന വെയിനാണ്. പിന്നെ ട്രക്കിയയുടെ പോർഷന് ഈസോഫാഗസ്, അസീകോസ് വെയിന്, ഫ്രണിക് നെർവ്സ്, വാഗസ് നെർവ്, സിമ്പതറ്റിക് ചെയിൻസ്. ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ലെങ്ങിൽ വരുന്ന ഇംപ്രഷൻസ്. ഇനി ലെഫ്റ്റ് ലെങ്ങിലാണെങ്കിൽ ഡിസെൻഡിങ് തൊറാസിക് അയോട്ട, താഴോട്ട് വരുന്ന അയോട്ടയുടെ ഭാഗം, ആർച്ച് ഓഫ് അയോട്ട. ആർച്ച് ഓഫ് അയോട്ട അറിയുള്ളൂ, നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരുന്ന ഇങ്ങനെ ഇരിക്കുന്ന പോർഷനാണ് ആർച്ച് ഓഫ് അയോട്ട. അത് പിന്നെ കാർഡിയാക് ഇംപ്രഷൻ, നമ്മുടെ ഹാർട്ടിന്റെ കുറെ ഇംപ്രഷൻ, അതായത് ഹാർട്ടിന്റെ അടയാളം കാണാം. ഈസോഫാഗസിന്റെ അടയാളം, ഫ്രെനിക് നെർവ്, വാഗസ് നെർവ്, സിമ്പതറ്റിക് ചെയിൻ. ഇത്രയും കാര്യങ്ങളാണ് ലെഫ്റ്റ് ലെങ്ങിൽ വരുന്നത്. ഇതൊക്കെ കാണാതെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, അറിഞ്ഞിരിക്കണം. അതായത് സ്ട്രക്ചർ പ്രോപ്പർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോർഷനാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്ന പോർഷൻ. നെക്സ്റ്റിന് സ്ട്രക്ചേഴ്സ് പാസിംഗ് ത്രൂ ദ ഹൈലം ഓഫ് ദ ലങ്സ്. ഹൈലം നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ല നേരത്തെ പിക്ചർ. അപ്പോൾ ഈ കാണുന്ന പോർഷനാണ് ഹൈലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈലത്തിൽ കൂടെ ലങ്സിനകത്തോട്ടും പുറത്തോട്ടും എന്തൊക്കെ പോകുന്നുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനും റൈറ്റ് ലെങ് ലെഫ്റ്റ് ലെങ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ലെങ്ങിൽ വരുന്നത് ഈ എപ്പാർട്ടേരിയൽ ബ്രോങ്കസ്, പൾമണറി ആർട്ടറി, ഹൈപ്പാർട്ടേരിയൽ ബ്രോങ്കസ്, ഇൻഫീരിയർ പൾമണറി വെയിന്, പൾമണറി ലിഗമെന്റ്, സുപ്പീരിയർ പൾമണറി വെയിൻ ആണ് പൾമണറി ലിംഫ് നോഡ്സ്. ഇതാണ് റൈറ്റിൽ വരുന്നത്. ലെഫ്റ്റിലാണെങ്കിൽ പൾമണറി ആർട്ടറി, സുപ്പീരിയർ പൾമണറി വെയിന്, ഇൻഫീരിയർ പൾമണറി വെയിന്, പൾമണറി ലിഗമെന്റ്, ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ്, പൾമണറി ലിംഫ് നോഡ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ലെഫ്റ്റ് ലെങ്ങിൽ വരുന്നത്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ പിക്ചർ വരുന്നുണ്ട്. അതും പിക്ചർ വരച്ച് നമുക്ക് നല്ല സുഖത്തിൽ രണ്ട് ഹെഡിങ് എഴുതാം, ഒറ്റയെടുക്ക് നമുക്ക് എഴുതി മാറ്റാം. അപ്പോൾ പിക്ചർ കാണിച്ചിടാം. അപ്പൊ ഹൈലം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഈ ലെങ്സിനകത്തോട്ട് പോകുന്നുണ്ട് രണ്ട് ബ്രോങ്കി. അപ്പൊ അത് കയറുന്ന ആ പോർഷനാണ് ഈ കാണുന്ന ഹൈലം എന്ന് പറഞ്ഞിട്ടുള്ള പോർഷന്. ഇത് നമ്മുടെ ലെങ്സിനെ ചെരിച്ച് വെച്ചേക്കുന്ന ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ അകത്തോട്ട് എന്തൊക്കെയോ പോകുന്നുണ്ടെന്ന് നമ്മൾ ഈ ഒരു പിക്ചർ വരച്ചാൽ തന്നെ നമുക്ക് ഇതിന് കിട്ടും. അപ്പൊ ഹൈലത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഇനി അപ്പെക്സിനെ പറ്റിയിട്ട് രണ്ടു വരെയാണ് പറയുന്നത്. അപ്പെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, റൗണ്ട് സുപ്പീരിയർ എൻഡ്, അതായത് നമ്മുടെ ലെങ്സിന്റെ മുകളിലുള്ള സുപ്പീരിയർ എൻഡ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെങ്സിന്റെ പടം വരക്കാം, മുകളിൽ അപ്പെക്സ് മാത്രം അടയാളപ്പെടുത്താം, അപ്പെക്സും ബേസ്. അപ്പെക്സ് എന്ന് പറയുമ്പോൾ മുകൾ ഭാഗത്തെ എൻഡാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ദ റൂട്ട് ഓഫ് ദ നെക്ക്, അതായത് നമ്മുടെ കഴുത്തിന്റെ നേരെ താഴ്ഭാഗത്താണ് ഈ അപ്പെക്സ്, അതായത് ലെങ്സിന്റെ അപ്പെക്സ് എന്ന പോർഷൻ നിൽക്കുന്നത്. കവേർഡ് ബൈ ദ സെർവിക്കൽ പ്ലൂറൽ. നമ്മുടെ പ്ലൂരയുടെ തന്നെ പല ടൈപ്പാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെർവിക്കൽ വെർട്ടിബ്രയുടെ ഭാഗത്തോട്ട് വരുന്ന പ്ലൂറനെ പറയുന്ന പേരാണ് സെർവിക്കൽ പ്ലൂര. അതാണ് ഇതിനെ കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ സുപ്ര പ്ലൂറൽ മെംബ്രെയിൻസും ഇതിനെ കവർ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബേസിനെ പറ്റിയാണ് പറയുന്നത്. ബേസ് എന്ന് പറയുമ്പോൾ കോൺകേവ് ആണ്, കോൺകേവ് ഷേപ്പിലായിട്ടാണ് കാണുന്നത്. ഡയഫ്രമാറ്റിക് സർഫസ്, അതായത് ഇതിന്റെ താഴത്തെ സർഫസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡോം ഓഫ് ദ ഡയഗ്രം അല്ല, ഇവിടെ ഡയഫ്രം ആണ് വരുന്നത്.
നമ്മുടെ ഡയഫ്രത്തിന്റെ മുകൾ പോർഷനിലാണ് നമുക്ക് ഈ നമ്മുടെ ലങ്സിന്റെ ബേസിനെ കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ഫിഷേഴ്സ് ആൻഡ് ലോബ്സ് ഓഫ് ദ ലങ്. നമ്മുടെ ലങ്സിൽ കുറച്ച് ഫിഷേഴ്സ് എന്ന് പറയുമ്പോൾ കീറൽ പോലത്തെ ഭാഗങ്ങളും ലോബ്സ് എന്ന് പറയുമ്പോൾ ഓരോരോ അറകൾ, അത് രണ്ടുമാണ് ഫിഷേഴ്സ് ആൻഡ് ലോബ്സ് ഓഫ് ദ ലങ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പിക്ചർ ആണ് നമ്മൾ ഒരു ലങ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റൈറ്റ് ലെങ്ങും ലെഫ്റ്റ് ലെങ്ങും ആയിട്ട് നമുക്ക് രണ്ട് ലെങ്സ് ആണ് വരുന്നത്. ഇപ്പൊ റൈറ്റ് ലെങ്ങിലാണെങ്കിൽ 3 ലോബ്സ് ആണ് വരുന്നത്. അപ്പർ ലോബ്, മിഡിൽ ലോബ് ആൻഡ് ലോവർ ലോബ് എന്ന് പറഞ്ഞിട്ട് 3 ലോബാണ് വരുന്നത്. ഈ 3 ലോബ് വരുന്നത് 2 ഫിഷേഴ്സ് വഴിയാണ്. അത് ഒരു ഫിഷർ എന്ന് പറയുമ്പോൾ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് സൈഡ് ഇങ്ങനെ നമ്മുടെ തറയിനോട് ചേർന്ന് കിടക്കുന്ന പോലെ കിടക്കുന്നതുകൊണ്ട് അതിനെ ഹോറിസോണ്ടൽ ഫിഷർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ചെരിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് ഒരു ഒബ്ലിക് ഫിഷർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 ഫിഷറും 3 ലോബ്സും ആണ് റൈറ്റ് ലെങ്ങിന് വരുന്നത്. ഇനി ലെഫ്റ്റ് ലെങ്ങിനാണെങ്കിൽ 2 ലോബാണ് വരുന്നത്, അപ്പർ ലോബും ലോവർ ലോബും. അവിടെ വരുന്നത് ഒരൊറ്റ ഫിഷറാണ് വരുന്നത്, ഒബ്ലിക് ഫിഷർ. അപ്പൊ നമുക്കിത് പഠിക്കാൻ, ഈ ലോബ്സും ഫിഷേഴ്സും പഠിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലെങ്സ് മാത്രം പഠിക്കാം. നമ്മളെ റൈറ്റ് ലെങ്സ് മാത്രം പഠിക്കാം. റൈറ്റ് ലെങ്ങിൽ എന്ത് വരുന്നുണ്ട്, 3 അല്ലെങ്കിൽ 6. ഇപ്പൊ ഇത് കണ്ടല്ലോ, റൈറ്റ് ലെങ്ങിൽ 3 ലോബ്സും 2 ഫിഷേഴ്സും ആണ് വരുന്നത്. ലെഫ്റ്റ് ലെങ്ങിൽ 2 ലോബ്സും 1 ഫിഷേഴ്സും. അപ്പൊ ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പവഴി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ റൈറ്റ് ടി അല്ല, നമ്മൾ 3 ആണ് ഓർക്കേണ്ടത്. ഇപ്പൊ ഈ റൈറ്റില് ഈ എന്ത് വരുന്നുണ്ട്, 3, ഇത് വെച്ചിട്ട് ഓർക്കാം. ഈ 3യുടെ ഇതാണ് ജസ്റ്റ് എഴുതിയിട്ടുള്ളത്. റൈറ്റ് 3, രണ്ടിലും എന്ത് വരുന്നുണ്ട്, റൈറ്റിലും 6 ഉണ്ട്, ഈ 3യിലും എന്ത് വരുന്നുണ്ട്, ഈ 6 വരുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് പഠിക്കാം. അപ്പൊ റൈറ്റിൽ എന്താണ് വരുന്നത്, 3 ലോബ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അതിന് ഒരെണ്ണം കുറച്ചാൽ ഫിഷർ കിട്ടും. കാരണം 2 ഫിഷർ, അതായത് ഇപ്പൊ നമ്മള് ഈ റൗണ്ടിനെ ഈ എത്ര തവണ, ഇപ്പൊ 2 തവണ ഇതുപോലെ വന്നപ്പോൾ ഇതിന് 3 ലോബ്സ് വന്നു. അതുപോലെ ഈ 3ൽ നിന്ന് കുറച്ച് 2 വരും. അപ്പൊ 2 വെച്ചിട്ട് 2 ഫിഷേഴ്സ് എന്ന് പഠിക്കും. അപ്പോ റൈറ്റ് ലെങ്ങിൽ 3 ലോബ്സും 2 ഫിഷേഴ്സും വരുന്നുണ്ട്. ഇനി ലെഫ്റ്റ് ലെങ് നോക്കുകയാണെങ്കിൽ 2 ലോബ്സും 1 ഫിഷറും. ഈ ഒരെണ്ണം പഠിച്ചത്, അതായത് ഇപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട്, ഈ ട്രിക്ക് വെച്ചിട്ട് റൈറ്റ് മാത്രം പഠിച്ചാൽ ലെഫ്റ്റും ഓട്ടോമാറ്റിക്കലി എഴുതാം. കാരണം 2ൽ നിന്നും ഓരോന്ന് കുറച്ചിട്ട് വീതം ഇവിടെ എഴുതാം. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 2 ലോബ്സ്, ഇവിടെ 2 ഫിഷർ ആണെങ്കിൽ ഇവിടെ 1 ഫിഷർ. ഇത് അത്രേ ഉള്ളൂ. ഇന്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദ ലെങ്സ്, അതായത് നമ്മുടെ ലെങ്സിന്റെ അകത്ത് എന്തൊക്കെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈച്ച് ലെങ്സ് ഡിവൈഡഡ് ഇൻറ്റു ഫങ്ഷണലി ഇൻഡിപെൻഡന്റ് സെഗ്മെന്റ്, അതായത് 2 ലെങ്സിനെ നമ്മൾ അതിന്റെ ഫംഗ്ഷനെ ബേസിൽ 2 സെപ്പറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ 2 ഇൻഡിവിജ്വൽ ലെങ്സ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ പിരമിഡൽ ഷേപ്പ്ഡ് സ്ട്രക്ചർ ആണ്. ഈച്ച് ലെങ് ഹാസ് സെപ്പറേറ്റ് സെഗ്മെന്റഡ് ബ്രോങ്കസ്, രണ്ടിലും സെപ്പറേറ്റ് ബ്രോങ്കസും ഉണ്ട്, സെപ്പറേറ്റ് പൾമണറി ആർട്ടറിയും സെപ്പറേറ്റ് പൾമണറി വെയിനും എല്ലാം ഇതിന് വരുന്നുണ്ട്, നമ്മുടെ ഈ ലെങ്സിന്റെ അകം ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോ ഇത് നമ്മുടെ ലെങ്സിന്റെ അകത്ത് വരുന്ന സെഗ്മെന്റ്സിന്റെ പേരാണ്. ഇതും കാണാതെ പഠിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ഇത് പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം. എപ്പിക്കൽ എന്ന് പറയുമ്പോൾ മുകൾ ഭാഗം, ആന്റീരിയർ ഫ്രണ്ട്, പോസ്റ്റീരിയർ ബാക്ക്, മീഡിയൽ എന്ന് പറയുമ്പോൾ നടുക്ക് വരുന്ന പോർഷന്, ലാറ്ററൽ സൈഡ്സിൽ, സുപ്പീരിയർ മുകളിൽ, ആന്റീരിയർ ബേസിൽ എന്ന് പറയുമ്പോൾ താഴ്ഭാഗത്ത് താഴത്തെ ഫ്രണ്ട് പോർഷന്, പോസ്റ്റീരിയർ സുപ്പീരിയർ ആണെങ്കിൽ ബാക്ക് സൈഡിൽ ഫ്രണ്ട് താഴത്തേല് ബാക്ക് പോർഷന്, പിന്നെ മീഡിയൽ ബേസിലാണെങ്കിൽ താഴ്ഭാഗത്ത് തന്നെ നടുക്കുള്ള ഭാഗം, പിന്നെ ലാറ്ററൽ ബേസിലാണെങ്കിൽ താഴെ തന്നെ സൈഡ്സുള്ള പോർഷൻ. ഇതാണ് ഇതിൽ പറയുന്നത്. ഇത് റൈറ്റ് ലെങ്ങിൽ വരുന്ന സെഗ്മെന്റ്സ് ആണ്. ലെഫ്റ്റിലും സെയിം ആയിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെയും പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബ്രോങ്കിയൽ ട്രീ. ബ്രോങ്കിയൽ ട്രീ എന്ന് പറയുമ്പോൾ എന്താണ്, ട്രക്കിയ ആൻഡ് ഡിവിഷൻസ് ആർ സിമിലർ ടു ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ കോൾഡ് ബ്രോങ്കിയൽ ട്രീ. അതായത് നമ്മുടെ ട്രക്കിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന പോർഷനാണ് ട്രക്കിയ എന്ന് പറയുന്നത്. ട്രക്കിയ താഴോട്ട് വരുമ്പോൾ അത് ബ്രോങ്കിയ ആയിട്ട് മാറുന്നുണ്ട്. അതായത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് 2 ലെങ്സിലോട്ടും പോകുന്നത്. അപ്പോൾ അത് തന്നെ പിന്നീട് ലെങ്സിനകത്തോട്ട് കയറിയിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ബ്രോങ്കിയൽ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന പോർഷൻസ് എന്ന് പറയുമ്പോൾ വരുന്നുണ്ട് പ്രൈമറി ബ്രോങ്കസ് ഉണ്ട്, സെക്കൻഡറി ബ്രോങ്കസ് ഉണ്ട്, ടെർഷ്യറി ബ്രോങ്കസ് ഉണ്ട്. ടെർമിനൽ ബ്രോങ്കിയോൾസ്, റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ്, അൽവിയോളാർ ഡക്റ്റ് ആൻഡ് അൽവിയോള. ഇതാണ് ഈ ഒരു ബ്രോങ്കിയൽ ട്രീയുടെ പോർഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ആദ്യം ട്രക്കിയ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഈ ട്രക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ 2 പ്രൈമറി ബ്രോങ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് പ്രൈമറി ബ്രോങ്സ് എന്ന് പറയുന്നത്. അത് വീണ്ടും എന്തായിട്ട് മാറുന്നുണ്ട്, അത് പിന്നെ കുഞ്ഞ ബ്രാഞ്ചസ് ആയിട്ട് ഈ വരുന്നതന്നെ, ഈ കുഞ്ഞ ബ്രാഞ്ച് ആയിട്ട് പിന്നെ ഇങ്ങനെ കുഞ്ഞ ബ്രാഞ്ച് ആയിട്ട് പോകുന്നതാണ്. ഇതാണ് സെക്കൻഡറി ബ്രോങ്കസ് എന്ന് പറയുന്നത്. അത് പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ട്, വീണ്ടും ഈ പോർഷനിൽ പിന്നെയും കുഞ്ഞു പോർഷൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ടെർഷ്യറി ബ്രോങ്കസ് എന്ന് പറയുന്നത്.
പിന്നെ ഇത് പിന്നെയും താഴോട്ട് വരുന്നുണ്ട്. ഈ പോർഷനാണ് എന്ത് പറയുന്നത്, ടെർമിനൽ ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ടെർമിനൽ ബ്രോങ്കിയോൾസ് കഴിഞ്ഞ് പിന്നെയും കുഞ്ഞു കുഞ്ഞതാവുന്നതിനാണ് റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇത് അൽവിയോള ഡക്റ്റ്, അൽവിയോളയ്ക്കുള്ള വഴി ലാസ്റ്റ് വരുന്നതാണ് അൽവിയോള. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ച്, അതായത് പിക്ചർ വെച്ച് പഠിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അതിന്റെ പിക്ചർ ഈ കാണുന്നതാണ് അതിന്റെ പിക്ചർ പോലെ വരുന്നത്. ടെക്സ്റ്റ് ബുക്കിലും കാണും, അത് വെച്ച് പഠിക്കണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് പഠിക്കണമെങ്കിൽ ഇങ്ങനെയും പഠിക്കാം. ഈ പിക്ചറിന്റെ ഒരു യൂസ് എന്താന്ന് പറയുമ്പോൾ, നമുക്ക് ഈ അനാട്ടമിയിൽ എത്രത്തോളം പിക്ചേഴ്സ് അറിയുന്നോ അത്രത്തോളം നമുക്ക് കണ്ടന്റ് അനാട്ടമിയിൽ എഴുതാൻ പറ്റും. എത്രത്തോളം പടം വരയ്ക്കുന്നോ അത്രത്തോളം സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ബ്രോങ്കിയൽ ട്രീ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ട്രക്കിയ മുതൽ നമ്മുടെ ആൽവിയോള സൈക്കിളിന്റെ ആൽവിയോള വരെ വരുന്ന പോർഷനാണ് ഈ ബ്രോങ്കിയൽ ട്രീ എന്ന് പറയുന്നത്. ഇനി ബ്ലഡ് സപ്ലൈ ഓഫ് ദ ലങ്സ്, അതായത് ലങ്സിലോട്ട് എങ്ങനെയാണ് ലങ്സിൽ ബ്ലഡ് സപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ ഹാർട്ടോ നമ്മുടെ ലങ്സോ എല്ലാ ഓർഗൻസിനും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബ്ലഡ് സപ്ലൈ ലങ്സിലോട്ട് കൊടുക്കുന്നത് പൾമണറി ആർട്ടറി എന്ന് പറയുമ്പോൾ, പൾമണറി എന്ന് കേട്ടാൽ തന്നെ അറിയാം ലങ്സ് റിലേറ്റഡ് ആണ്. പൾമണറി ആർട്ടറി, പൾമണറി വെയിന്, ബ്രോങ്കിയൽ ആർട്ടറി. അതായത് തൊറാസിക് അയോട്ടയിൽ വരുന്ന ഒരു ബ്രാഞ്ച്, അയോട്ടയുടെ ബ്രാഞ്ചാണ് തൊറാസിക് അയോട്ട ഒരു ടൈപ്പ്. അതിൽ നിന്ന് വരുന്ന ബ്രാഞ്ചാണ് ബ്രോങ്കിയൽ ആർട്ടറി എന്ന് പറയുന്നത്. ഈ 3 ആർട്ടറിയും വെയിനും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ലങ്സിന് എന്ത് കൊടുക്കുന്നത്, ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജനേഷൻ സപ്ലൈ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ എപ്പോഴും അനാട്ടമിയിൽ അപ്ലൈഡ് അനാട്ടമി എഴുതിയിരിക്കുക. അപ്ലൈഡ് അനാട്ടമി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ അനാട്ടമി പഠിക്കുന്നത്, നമുക്ക് നഴ്സസിന് എവിടെയാണ് അനാട്ടമി യൂസ്ഫുൾ ആവുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലങ്സിന്റെ അസുഖത്തിനെ പറ്റി പഠിക്കാം, അതായത് ബ്രോങ്കൈറ്റിസ്. പിന്നെ ട്യൂബർക്ലോസിസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ക്ഷയരോഗം. പിന്നെ കാർസിനോമ ഓഫ് ദ ലങ്സ്, നമുക്ക് എന്തെങ്കിലും ക്യാൻസർ നമ്മുടെ ലങ്സിൽ വരികയാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തറിയണം, ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ലങ്സിന്റെ അനാട്ടമി അറിയണം. പിന്നെ ബ്രോങ്കിയൽ ആസ്മയുടെ പേഷ്യന്റ് ന്യൂമോണിയ, അതുപോലെ എല്ലാ ലങ്സുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ടുള്ള കണ്ടീഷൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അനാട്ടമിയും ഫിസിയോളജിയും അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ എഴുതാം, അതായത് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ എഴുതിയ പോലെ തന്നെ ഒരു 2-3 വരി റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ എന്താണോ നമ്മുടെ അടുത്ത് എസ്സേയിൽ ചോദിച്ചിരിക്കുന്നത് അതിനെ പറ്റി 2-3 വരി എഴുതിയിട്ട് ഇതുപോലെ കൺക്ലൂഷൻ കൊടുത്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ എസ്സേ റൈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എസ്സേ ഒക്കെ എഴുതുമ്പോൾ മാക്സിമം ഇതുപോലെ അനാട്ടമിക്ക് ഇഷ്ടം പോലെ പിക്ചേഴ്സ് വരയ്ക്കണം. ഫിസിയോളജി ആണെങ്കിൽ ഫ്ലോ ചാർട്ട് കണക്കിന് വേണം എഴുതാൻ. അനാട്ടമിയിൽ എപ്പോഴും പിക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരയ്ക്കണം. പിക്ചേഴ്സ് വരച്ചാൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ പിക്ചേഴ്സ് വരച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് അനാട്ടമി നല്ലപോലെ എഴുതാനും പറ്റും, സ്കോർ ചെയ്യാനും പറ്റും. പിന്നെ മാക്സിമം ഇപ്പോൾ 10 മാർക്കാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10, 12, 15 പേജൊക്കെ നിങ്ങൾക്ക് വരച്ചെഴുതാം. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റില്ല, പക്ഷെ നമ്മൾ ഈ പടങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ പേജിന്റെ എണ്ണം കൂടും. പിന്നെ പോയിന്റ്സ് ഒക്കെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു എസ്സേ റൈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ സെമിനാർക്ക് എന്തോ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു നിങ്ങളുടെ നേരെ സീനിയർ ബാച്ചിന്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ബാച്ചിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരു എസ്സേ എഴുതേണ്ട മോഡലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ ലൈബ്രറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിന്നൊക്കെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എവിടെന്നെങ്കിലും ഒപ്പിക്കുക അല്ലെങ്കിൽ ആന്റിഡോട്ട് വെച്ച് നോക്കിയിട്ട് പഠിക്കുക. അങ്ങനെയൊക്കെ പഠിച്ചിട്ട് എസ്സേ ക്വസ്റ്റ്യൻസിന് നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് പിക്ചേഴ്സും വരച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ താങ്ക് യു. ഏതെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, റിപ്ലൈ ചെയ്തു.